അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ നിലപാട് ശക്തമാക്കിയതോടെ പശ്ചിമ ബംഗാളിലെ ബംഗ്ലാദേശി കുടിയേറ്റക്കാർ കൂട്ടത്തോടെ തിരികെ പോവുകയാണ്. ബിജെപി സർക്കാർ അധികാരത്തിലെത്തിയതോടെ അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ പരിശോധന ശക്തമാക്കി. വീട്ടുജോലിക്ക് മറ്റുമായി 100 കണക്കിന് പേരാണ് അതിർത്തി കടന്ന് ബംഗാളിലെത്തിയിരിക്കുന്നത്. ഇത്തരക്കാർ കൂട്ടത്തോടെ അതിർത്തി വഴി സ്വദേശത്തേക്ക് ഇപ്പോൾ മടങ്ങുകയാണ്. സജിത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സജിത്ത്, ദൃശ്യങ്ങളിലേക്ക് കൂടി നമുക്കൊന്ന് പോകാം. വന്നിരുന്നു বাংলাদেশে কোথায় বাড়ি? মোল্লাডাঙ্গা। এদিকে কোথায় থাকতেন? কি কাজ করতে? বাসন মাজা কাজ করতেন। আর কতদিন আগে আসছিলেন? 2-3 মাস আগে। হ্যাঁ, ওরকম 1-1.5 বছর হয়েছে। বাসন মাজা কোন বর্ডার দিয়ে আসছিলেন? ওটা মনে নেই। হ্যাঁ, কি নাম কি আপনার? খুলনা জেলায়। এখানে কোথায় থাকতেন? থাকতাম দুর্গানগর। സജിത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സജിത്ത്, ഈ അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ പശ്ചിമബംഗാളിൽ ബിജെപി വലിയ തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നു, നടപടികൾ സ്വീകരിക്കുന്നു എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ. എന്താണ് അവിടുത്തെ നിലവിലെ സാഹചര്യം? ഈ കുടിയേറ്റക്കാരൊക്കെ പോകുന്നു എന്ന് പറയുമ്പോൾ അവരെ അത് ഏത് രീതിയിൽ ബാധിക്കുന്നു എന്നുള്ളത് കൂടി നമ്മൾ നിരീക്ഷിക്കേണ്ടതുണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ കണ്ട ദൃശ്യങ്ങൾ മുർഷിദാബാദ്, നാദിയ തുടങ്ങിയ അതിർത്തി ജില്ലകളിൽ നിന്നുള്ള ദൃശ്യമാണ്. അതിർത്തി മേഖലകളിൽ കൂട്ടത്തോടെ പലായനം നടക്കുന്നു എന്നതാണ് സാഹചര്യം. അതായത് അനധികൃത കുടിയേറ്റക്കാർ കൂട്ടത്തോടെ അതിർത്തികൾ വഴി ഇപ്പോൾ ബംഗ്ലാദേശിലേക്ക് മടങ്ങുകയാണ്. ബംഗാളിലെ ഭരണമാറ്റമാണ് ഇതിന് ഇടവെക്കുന്നത്. നേരത്തെ മമതാ സർക്കാരും ഈ ബംഗ്ലാദേശി കുടിയേറ്റക്കാർക്ക് എല്ലാ സഹായങ്ങളും നൽകുന്നു എന്നതായിരുന്നു ഉണ്ടായ സാഹചര്യം. ഒന്ന്, SIR നടപ്പിലായി. ഇതോടുകൂടി വോട്ടവകാശമില്ല. കുടിയേറ്റക്കാർ, ഇവിടുത്തെ അനധികൃത താമസക്കാർ ആരാണെന്ന് തിരിച്ചറിയപ്പെടുന്നു. ഈ സാഹചര്യത്തിൽ ബംഗ്ലാദേശികൾ കൂട്ടത്തോടെ നാടുകളിലേക്ക് മടങ്ങുന്നു എന്നാണ് സാഹചര്യം. പലപ്പോഴും ബംഗ്ലാദേശികൾക്ക് ഇവിടെ പശ്ചിമ ബംഗാൾ സർക്കാർ തന്നെ ചില സഹായങ്ങൾ നൽകി അവരെ ഇവിടെ പിടിച്ചു നിർത്തുന്നു എന്ന ആക്ഷേപമുണ്ടായിരുന്നു. എന്നാൽ ഭരണമാറ്റം സംഭവിച്ചതോടുകൂടി അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ പരിശോധനകൾ കർശനമാക്കി. ഇതോടുകൂടിയാണ് അതിർത്തികളിൽ ഈ വലിയ തരത്തിലുള്ള മടങ്ങിപ്പോക്ക് പ്രകടമാവുന്നത്. പലരും വീട്ടുജോലിക്കും മറ്റുമായി പശ്ചിമ ബംഗാളിൽ താമസമാക്കിയിരുന്നവരാണ്. ഇവരെല്ലാവരും ബംഗാൾ ഭാഷ സംസാരിക്കുന്നവരാണ്. ഇവരെല്ലാമാണ് ഇപ്പോൾ കൂട്ടത്തോടെ മടങ്ങിപ്പോകുന്നത്. 2 സാഹചര്യങ്ങളുണ്ട്. ഒന്ന്, അതിർത്തികളിൽ കുടിയേറ്റം, ഈ അനധികൃതമായ കടന്നുകയറ്റം തടയുന്നതിന് വേണ്ടി അതിർത്തി വേലികൾ ശക്തമാക്കുന്നതിനുള്ള നീക്കമുണ്ടായിട്ടുണ്ട്. ഏറ്റവും ആദ്യം ഈ BSFന് ഇതുവരെ ഒരു സംസ്ഥാനത്ത് ഒരു കേന്ദ്രം സ്ഥാപിക്കാനുള്ള അനുമതി സംസ്ഥാന സർക്കാർ അതിനുള്ള സ്ഥലം വിട്ട് നൽകിയിരുന്നില്ല. പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതോടെ ആദ്യ തീരുമാനങ്ങളിലൊന്നായി BSFന് ആ തരത്തിലൊരു സ്ഥലം വിട്ടുകൊടുത്തു. ഒപ്പം തന്നെ അതിർത്തി മേഖലകളിൽ മുള്ളുവേലികൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള സ്ഥലം വിട്ടു നൽകിയിട്ടുണ്ട്. ഈ തരത്തിലുള്ള തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിർത്തി വഴിയുള്ള കടന്നുകയറ്റം തടയുന്നതിന് വേണ്ടിയുള്ള കർശന നടപടികൾ പുതിയ സർക്കാർ ആരംഭിച്ചു. അതിന് പിന്നാലെയാണിപ്പോൾ നിലവിലിവിടെ ഉണ്ടായിരുന്ന അനധികൃത താമസക്കാർ വിട്ടുപോകുന്നത്. അതിർത്തി മേഖലകളിൽ പലയിടങ്ങളിലും കൂട്ടത്തോടെയുള്ള കാഴ്ചയാണ്. കൂട്ടത്തോടെ ആളുകൾ പലായനം ചെയ്യുന്നത്, ബംഗ്ലാദേശിലേക്ക് ആളുകൾ മടങ്ങിപ്പോകുന്ന കാഴ്ചയാണിപ്പോൾ പശ്ചിമ ബംഗാളിന്റെ അതിർത്തി മേഖലകളിൽ പ്രകടമാവുന്നത്. ശരി, സജിത്താണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.